ഹലോ എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു യാത്രാ വ്ളോഗാണ് കേട്ടോ. ഈ പിക്ചറൊക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ എവിടേക്കാണ്. അത് പാലക്കാട് കൊല്ലങ്കോടുക്കാണ്. ഒരുപാട് റീൽസിലും വീഡിയോസിലൊക്കെ കണ്ടിട്ട് കൊതിയായിട്ട് ഞങ്ങൾ സ്കൂട്ടി എടുത്ത് ഇറങ്ങിയതാണ്. ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ നിന്ന് പാലക്കാടുക്കാണ് ഈ സ്കൂട്ടിയിൽ പോണത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് തരാം. ഞങ്ങൾ പുലർച്ചെ ഒരു 4 മണിയാകുമ്പോൾ ഇറങ്ങിയതാട്ടോ വീട്ടിൽ നിന്ന്. രാവിലെ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേക്കും അവിടെ എത്തിയിട്ടാ. പറയാതിരിക്കാൻ വയ്യ, അടിപൊളി സ്ഥലമാണ് കേട്ടോ. അവിടെ ഫുൾ നെൽകൃഷിയാണ്. അപ്പോൾ അതിൻ്റെ വരമ്പിൽ കൂടെ ഇങ്ങനെ അതൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് നടക്കുക. അതൊന്നും നമ്മുടെ നാട്ടിൽ കാണാത്ത സംഭവങ്ങളാണല്ലോ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഞാൻ ഇക്കയും കൂടിയിട്ട് ഒരുപാട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടാ. വരുന്നതൊക്കെ അവിടുത്തെ പാടത്ത് ജോലി ചെയ്യുന്ന ചേച്ചിമാരാണ് കേട്ടോ. എല്ലാവരും നല്ല സ്വഭാവമായിരുന്നു. പിന്നെ ഒരു ചേച്ചിയുടെ കൂടെ ഒരു നായ ഉണ്ടായിരുന്നു കേട്ടോ. അതിനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് പേടിയായി. ഞാൻ അവിടെ നിന്ന്. ആ നായ്ക്കാണെങ്കിൽ എന്നെ കണ്ടപ്പോഴും പേടിയായി തോന്നുന്നു. അത് അവിടെ നിന്ന്. ലാസ്റ്റ് ഇക്ക ചേച്ചിനോട് എന്തെങ്കിലും കാട്ടുമോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇല്ലല്ല, ഒന്നും കാട്ടില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവിടെ നടന്ന് ക്ഷീണിക്കുന്നവർക്ക് ഇരിക്കാനായിട്ട് അവിടെ ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല കാറ്റാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് മാറിയിട്ടൊരു അടിപൊളി സ്ഥലം കണ്ടില്ല. അവിടെ കുറേ ചേച്ചിമാർ നെല്ല് നടുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി. അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ കാണുന്നില്ല മലകൾ. അത് ഞങ്ങൾ അവരോട് ചോദിച്ചു. അപ്പോൾ അത് നെല്ലിയാമ്പതിയാണെന്നാണ് അവർ പറഞ്ഞത്. അവിടെ വെള്ളച്ചാട്ടമൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. വീഡിയോസിൽ ശരിക്കും കാണാണ്ടാണ്. അങ്ങനെ ലാസ്റ്റ് ഞാൻ എൻ്റെ ആഗ്രഹം സാധിച്ച് ഞാനും നെല്ല് നടാൻ വേണ്ടി അവരെ കൂടെ ഇറങ്ങിയിട്ടാ. ആ ചേച്ചിമാരോട് ഞാൻ ചോദിച്ചു എനിക്ക് തരുമോ എന്ന് ചോദിച്ചപ്പോൾ അതിനെന്താ മോളെ വന്നോ എന്നൊക്കെ പറഞ്ഞ് നല്ല സ്വഭാവമുള്ള ചേച്ചിമാരായിരുന്നു. അങ്ങനെ ഞാൻ അവരെ കൂടെ കുറച്ച് നേരം നെല്ലൊക്കെ നട്ട് നല്ല ചളിയിലാണ് കേട്ടോ നിന്ന് നടന്നത്. കാല് മൊത്തം ചളിയായിരുന്നു. ഒരാൾ ഓടാത്ത ട്രാക്ടർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അവിടെ നിന്ന് തന്നെ കുറച്ച് മാറിയിട്ട് ട്രഡീഷണലായിട്ട് കൃഷി ചെയ്തിരുന്ന സാധനങ്ങൾ ഇങ്ങനെ നമുക്ക് കാണാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലത്തേക്ക് ഞങ്ങൾ പോയതാണ്. അവിടെ ഒരു ഏറുമാടുണ്ടായിരുന്നു. അതിൻ്റെ മണ്ടൊക്കെ ഞാൻ വലിഞ്ഞ് കയറി. പക്ഷേ ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇയർ ബാലൻസിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് തലകറക്കൊക്കെ വന്ന്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ഒരു താമരക്കുളം ഉണ്ടായിരുന്നു. അവിടേക്കാണ് പോയത്. പക്ഷേ ഇറങ്ങാനൊന്നും പറ്റിയില്ല, നല്ല ആഴമുണ്ട്. ഇത് കണ്ടപ്പോൾ പിന്നെ ഒട്ടുമിക്ക ആൾക്കാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അതെ, നമ്മൾ ചെല്ലൻ ചേട്ടൻ്റെ ചായക്കടയാണ്. അവിടുന്ന് ഞങ്ങൾ ചായയും സ്നാക്സൊക്കെ കഴിച്ചിട്ടാ. അവിടുന്ന് പിന്നെ നമ്മൾ പോയത് സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിലേക്കാണ് കേട്ടോ. അതും അടിപൊളി സ്ഥലമായിരുന്നു. അവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പാറമ്മൽ കൂടെ ഇങ്ങനെ അടിയിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റും. ഞാനും വെള്ളത്തിൽ ഇറങ്ങി. പക്ഷേ വെള്ളത്തിൽ ഫുൾ മീനാണ്. മീൻ നമ്മൾ കാൽമ വന്നിട്ട് കൊത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പേടിയാവുന്നുണ്ട്. ആദ്യം കൊത്തിയപ്പോൾ എന്താണെന്ന് അറിയില്ലല്ലോ. നോക്കിയപ്പോഴാണ് മീനാണെന്ന് മനസ്സിലായത്. കുറച്ച് നേരം ഞാൻ വെള്ളത്തിലൊക്കെ കളിച്ച്. ഇനിയും ഒരുപാട് കാണാനുണ്ട്. പക്ഷേ വീട്ടിലെത്താൻ ഒരുപാട് ദൂരമുള്ളത് കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ, സീ യു.